കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യരോട് അരുളി ചെയ്തു, കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആഗമനകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി, ആ രക്ഷകന് വേണ്ടി നമ്മുടെ ഹൃദയവും മനസ്സും ഒരുക്കുന്ന നാളിൽ തമ്പുരാൻ ആവർത്തിക്കുകയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അടിത്തറ എന്താണ്, അല്ലെങ്കിൽ ഓരോ നിമിഷവും ആത്മീയതയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ ഒരു ദൈവ സ്വഭാവത്തിൽ എത്രത്തോളം ദൈവമായിട്ടുള്ളൊരു ബന്ധം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഴത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളൊരു കാര്യം. സ്നേഹമുള്ളവരെ, പഴയ കാലഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ചിന്നിച്ചിതറുമ്പോഴും അല്ലെങ്കിൽ ശത്രുക്കളുടെ ആക്രമണത്തിലും പലപ്പോഴും അവർ പേടിയോടുകൂടി ഭയത്തോടു കൂടിയിട്ടാണ് പലപ്പോഴും എവിടെയെങ്കിലും താമസിച്ചിരുന്നത്. അപ്പോഴൊക്കെ രാജവംശത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രഭുക്കന്മാർ പലപ്പോഴും കോട്ട കെട്ടി അവരോരോരുത്തരെയും സംരക്ഷിക്കുകയും ശത്രുക്കളിൽ നിന്ന് പലപ്പോഴും സംരക്ഷണം ഉളവാക്കാൻ വേണ്ടി കോട്ട കെട്ടി സംരക്ഷിക്കുകയും അതിന് ഒത്തതായിട്ടുള്ള ഒരു വാതിൽ നിർമ്മിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവരോരോരുത്തരോടും പറഞ്ഞു കൊടുത്തിരുന്ന അല്ലെങ്കിൽ ചിതറിക്കപ്പെട്ടിരുന്ന ഇസ്രായേൽക്കാരോട് പറയുന്ന അല്ലെങ്കിൽ അവരോരോരുത്തരെയും അഭിമാന പുരസ്സരം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ അപേക്ഷയിലെ ദൈവമാണ് എന്നുള്ള കാര്യം പറയുന്നതാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ട ആ ഒരു ഭാഗം. സ്നേഹമുള്ളവരെ, അന്ന് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ശത്രുക്കളുടെ ആക്രമണത്തിലും അല്ലെങ്കിൽ അടിമത്തത്തിലേക്ക് കയറുമ്പോഴും തൻ്റെ ജീവിതം കൊണ്ട് പലപ്പോഴും ഭയപ്പെട്ട നിമിഷങ്ങളിൽ അവർക്ക് ആശ്വാസമേകിയിരുന്ന കാര്യങ്ങളാണ് ക്രിസ്തുവാണ്, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അപേക്ഷയിലേയുമാണ് എന്നുള്ള പറയുന്ന ഒരു സംഭവത്തിൽ അത്രത്തോളം ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അത്രത്തോളം താല്പര്യത്തോടും ബഹുമാനത്തോടും കൂടി നിങ്ങളുടെ ജീവിതം ആ ഒരു ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ ക്രിസ്തുവാകണം എന്നുള്ള കാര്യം കൂടി തമ്പുരാൻ ആവർത്തിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ദൈവനാമത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നമ്മുടെ അർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നുണ്ട്. പക്ഷെ അതിലുപരി അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പൂർത്തീകരണത്തിന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളൊരു കാര്യം. സ്നേഹമുള്ളവരെ, ഈ ഒരു കാര്യത്തിൽ ആത്മീയതയിൽ താഴ്ചകളും ഉയർച്ചകളും സംഭവിക്കുന്ന ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അനുവർത്തിക്കപ്പെടുന്ന കാര്യങ്ങൾ ഒരുപോലെ തന്നെയാണ്. അവരുടെ ജീവിതത്തിലും കാറ്റടിക്കുന്നുണ്ട്, കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പതനങ്ങൾ മാത്രം അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ട് തുടരുന്നു? ഒരു കാലത്ത് ഒരു കടൽ തീരത്ത് ഒരു കുഞ്ഞുകുട്ടി അത്ഭുതം കൊണ്ട് തന്നെ ആ ഒരു തീരത്തണയുമ്പോൾ വളരെ ഭംഗിയായിട്ട് 2 കുഞ്ഞ് ഭവനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. മണലത്തിട്ട് കൊണ്ട് നമുക്കറിയാം ചെറുപ്രായത്തിൽ എത്രത്തോളം ആകാംക്ഷയോടുകൂടിയാണ് കുഞ്ഞുകുട്ടികൾ ഓരോ തീരത്തും ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു കടൽ തീരത്ത് വെച്ച് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ ഒരു കുട്ടി 2 ഭവനങ്ങൾ നിർമ്മിക്കുമ്പോൾ തൊട്ടടുത്തുകൂടെ പോയ ഒരു മുക്കുപൻ പറഞ്ഞു വെക്കുന്നുണ്ട്, മകനെ കുറച്ചുകൂടി മാറ്റി നീ അത് പണിയുകയാണെങ്കിൽ കുറച്ചുകൂടി നേരം നിനക്കത് കാണാം. കാരണം തിരയടിക്കുമ്പോൾ അത് ഓരോന്നും വീണു പോവുകയും ഇത്രയും നേരം നീ കഷ്ടപ്പെട്ടത് ഒന്നും വിലമതിക്കില്ല എന്നുള്ള കാര്യം ആ ഒരു മുക്കുമ്പം പറഞ്ഞിട്ട് പോകുന്നുണ്ട്. കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഈ ഒരു തീരത്ത് ആ ഒരു തിരയടിക്കുകയും
ആ 2 ഭവനങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞു ഭവനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു കുഞ്ഞ് വാവിട്ട് നിലവിളിക്കുമ്പോൾ അവർ മുക്കുവനും വന്നിട്ട് ഈ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കുഞ്ഞെ, എന്തിനോട് പറഞ്ഞതല്ലേ, ഈ തീരത്ത് തിരയടിക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടി മാറ്റി ഇത് നിനക്ക് പണിതുകൂടായിരുന്നു എന്നുള്ള കാര്യം. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ ആത്മീയതയിൽ ജീവിച്ച് മുന്നേറി പോകുമ്പോൾ അല്ലെങ്കിൽ മാമോദിസ സ്വീകരിച്ച് ഒരു ക്രിസ്തീയ വിശ്വാസം ഏറ്റുപറയുമ്പോഴും പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലാണോ, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടാണോ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. കാരണം ആത്മീയതയിലെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തളർന്നു പോകുമ്പോഴും വെല്ലുവിളിക്കപ്പെടുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളോ വേദനകളോ സങ്കടങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഒരു കാറ്റൂതിയും കൊടുങ്കാറ്റൂതിയും പലപ്പോഴും നമ്മളിന്ന് കുലുക്കുമ്പോഴും നമ്മൾ പലപ്പോഴും നമ്മുടെ അടിത്തറകൾ മാറാറുണ്ട്. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ വലിയവനെന്നോ ചെറിയവനെന്നോ അല്ലെങ്കിൽ ആത്മീയതയിൽ ഉയർന്നവനോ ചെറിയവനെന്നോ ഒന്നും നോക്കാതെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന പ്രലോഭനങ്ങളും സഹനങ്ങളും വേദനകളൊക്കെ ഒന്നു തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ ഞാൻ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. പഴയ കാലഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ അവരോരോ നഗരങ്ങളും കവാടങ്ങൾ വെച്ച് കോട്ട കെട്ടി അവർ സംരക്ഷിക്കുമ്പോൾ അവരെ സുരക്ഷിതം പലപ്പോഴും പ്രഭുക്കളും രാജാക്കന്മാരും അതിൻ്റെ ഉള്ളിൽ ഉറപ്പാക്കിയിരുന്നെങ്കിൽ പോലും ആ ഒരു കോട്ട ആക്രമിക്കപ്പെടുന്ന ഓരോ നിമിഷവും അവർ അല്ലെങ്കിൽ ഭയചിത്തരായിട്ട് അവർ പലപ്പോഴും മാറാണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ അടിത്തറ യഥാർത്ഥത്തിൽ എവിടെയാണ് പരിധിയിരിക്കുന്നത്. ഈ ഒരു ആഗമനകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും തിരിച്ചറിയേണ്ടത്, ഞാൻ എൻ്റെ ഭവനം യഥാർത്ഥത്തിൽ ഈ പാറമേലാണോ പണിതിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന പാറമേലാണോ എൻ്റെ ജീവിതം ഞാൻ പണിതിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യണം. കാരണം എൻ്റെ ജീവിതത്തിൻ്റേതായിട്ടുള്ള വെല്ലുവിളികളും വേദനകളും സഹനങ്ങളും ആകുലതകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഒരു ആത്മീയ ജീവിതത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് അതിനെയൊക്കെ നേരിടാൻ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ആത്മശോധന ചെയ്യണം. കാരണം ഈ വെല്ലുവിളികൾ അല്ലെങ്കിൽ ഒരു ആകുലതകൾ, സങ്കടങ്ങൾ, സഹനങ്ങൾ കൊടുങ്കാറ്റായിട്ടും പേമാരിയായിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോഴാണ് പലപ്പോഴും എൻ്റെ അടിത്തറ എനിക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ എൻ്റെ അടിത്തറ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. സ്നേഹമുള്ളവരെ, ആ ഒരു കാലഘട്ടത്തിൽ യെശയ്യാ പ്രവാചകൻ അവർ ഓരോരുത്തരോടും പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭയശീല എന്ന് പറയുമ്പോൾ ആ ഒരു ആശ്രയത്തിൽ അവർ മുന്നോട്ട് പോയിരുന്ന ഓരോ നിമിഷവും കൂടെ ആയിരിക്കുന്ന ഒരു ദൈവത്തെ അവർ ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട്. അതേ അനുഭവത്തിൽ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഓരോരുത്തരും ഹൃദയങ്ങളിൽ കടന്നു വരുന്ന അതേ ദൈവത്തിൻ്റെ സാന്ത്വനത്തിലും സ്നേഹത്തിലും ആ ഒരു അഭയത്തിലും നമ്മളും എത്രത്തോളം ക്രിസ്തുവാകുന്ന ആ ഒരു പാറമേൽ നമ്മുടെ ഭവനം പണിയുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് ആത്മശോധന ചെയ്യാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.